ഗുഡ് മോർണിംഗ്. 10th സ്റ്റാൻഡേർഡ് ബയോളജി യൂണിറ്റ് 1 എക്സ്പ്ലനേഷനാണ് ഇന്ന്. യൂണിറ്റ് 1 ജീവന്റെ ജനിതകം. ഈ യൂണിറ്റിൽ ആദ്യമായി ജീൻ എഡിറ്റിങ്ങിന്റെ രീതിശാസ്ത്രം വികസിപ്പിച്ചതിന് രസതന്ത്ര നോബൽ കിട്ടിയ രണ്ടുപേരെ കുറിച്ചുള്ള ഒരു വിവരണമാണ്. ജീൻ എഡിറ്റിംഗ് മേഖലയിലെ സംഭാവനകൾക്ക് 2020 രസതന്ത്ര നോബൽ എമാനുവൽ കാർപെൻറ്റിയർ, ജെന്നിഫർ എഡ്വേർഡ് എന്നിവർ പങ്കിട്ടു. DNA-യിലെ ജീനുകളിൽ അഭിലഷണീയമായ മാറ്റം വരുത്തിയ ജീൻ എഡിറ്റിംഗ് പ്രക്രിയയ്ക്ക് ക്രിസ്പർ-കാസ് എന്ന സാങ്കേതിക വിദ്യ കണ്ടെത്തിയതിനാണ് പുരസ്കാരം. ഇത് ജനിതക രോഗ ചികിത്സയിലും ക്യാൻസർ ചികിത്സയിലും വിപ്ലവകരമായ പുരോഗതി ഉണ്ടാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. കീടങ്ങളെയും രോഗങ്ങളെയും പ്രതിരോധിക്കുന്ന വിളകൾ വികസിപ്പിക്കാനും ഇതുപകരിക്കും. അപ്പോൾ പ്രശസ്തമായ ഒരു കണ്ടുപിടുത്തത്തെ കുറിച്ചാണ്. അതിന് നോബൽ സമ്മാനം ലഭിച്ച രണ്ടുപേരാണ് ജെന്നിഫർ എഡ്വേർഡിനെയും എമാനുവൽ കാർപെൻറ്റിയറും. അവർക്ക് നോബൽ സമ്മാനം ലഭിച്ചത് ജീൻ എഡിറ്റിംഗ് എന്ന ഒരു മേഖലയ്ക്കാണ്. ജീൻ എഡിറ്റിംഗ് മേഖലയിലെ തന്നെ ക്രിസ്പർ-കാസ് എന്ന ഒരു പുതിയ സാങ്കേതിക വിദ്യ കണ്ടുപിടിച്ചതിന്. ജീൻ എഡിറ്റിംഗ് ഓൾറെഡി ജീൻ എഡിറ്റിങ്ങിനെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ തന്നെ പുതിയൊരു സാങ്കേതിക വിദ്യ ജെന്നിഫർ എഡ്വേർഡിനെയും കാർപെൻറ്റിയറും വികസിപ്പിച്ചെടുത്തു. ആ പുതിയ സാങ്കേതിക വിദ്യയാണ് ക്രിസ്പർ-കാസ് എന്ന പുതിയ ഒരു സാങ്കേതിക വിദ്യ. ഇത് മറ്റുള്ള ജീൻ എഡിറ്റിംഗിൽ നിന്ന് വ്യത്യാസമായി പറയാനുള്ളത്, ഇതിന് ക്രിസ്പർ-കാസ് എന്ന ഈ സാങ്കേതിക വിദ്യക്ക് ചിലവ് കുറവാണ്. മറ്റുള്ള ജീൻ എഡിറ്റിങ്ങിനേക്കാളും ചിലവ് കുറഞ്ഞ ഒരു നൂതനമായ ഒരു സാങ്കേതിക വിദ്യയാണ് ക്രിസ്പർ-കാസ് മെത്തേഡ്. ഈ സാങ്കേതിക വിദ്യ വഴി രോഗങ്ങൾ ചികിത്സിക്കാൻ കഴിയുമെന്നതാണ്. അതായത് ഇതുവരെ ചികിത്സിച്ച് മാറ്റാൻ കഴിയാതിരുന്ന ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ, അതുപോലെ പല ജനിതക രോഗങ്ങളും, ജനിക്കുമ്പോൾ തന്നെ കുട്ടികൾക്ക് കിട്ടുന്ന രോഗങ്ങൾ, ജനിതക രോഗങ്ങളും ചികിത്സയിലൂടെ ഈ ക്രിസ്പർ-കാസ് മെത്തേഡ് വഴി ചികിത്സിച്ച് മാറ്റാൻ കഴിയും എന്നതാണ് ഇതുകൊണ്ടുള്ള ഒരു നേട്ടം. കൂടാതെ കീടങ്ങളെയും രോഗങ്ങളെയും പ്രതിരോധിക്കുന്ന വിളകളൊക്കെ വികസിപ്പിച്ചെടുക്കാനും കഴിയും. ഈ ക്രിസ്പർ-കാസ് മെത്തേഡ് വഴി ഒരു കുട്ടിക്ക് ഇപ്പോൾ ചികിത്സ നൽകിയിട്ടുണ്ട്. ആ കുട്ടിക്ക് ഈ പ്രോട്ടീൻ സംസ്കരിക്കാൻ ഉള്ള കഴിവ്, ഏതോ ഒരു മ്യൂട്ടേഷൻ നടന്നത് വഴി പ്രോട്ടീൻ സംസ്കരിക്കാനുള്ള കഴിവ് ഉണ്ടായിരുന്നില്ല. അത് കാരണം രക്തത്തിൽ അമോണിയ വർദ്ധിച്ചുകൊണ്ടിരിക്കും. ആ കുട്ടിയുടെ ജീവൻ തന്നെ അപകടത്തിലാവുന്ന ഒരവസ്ഥയായിരുന്നു. 1 വയസ്സുള്ള ഒരു കുട്ടിയാണ്. അപ്പോൾ ജീവൻ തന്നെ അപകടത്തിലാകുന്ന ഒരു അവസ്ഥ. ആ കുട്ടിക്ക് ഇപ്പോൾ ക്രിസ്പർ-കാസ് മെത്തേഡ് വഴി ചികിത്സ നൽകി ആ കുട്ടി സുഖം പ്രാപിച്ചു വരുന്നു. KJ മുൾഡോൺ എന്നാണ് ആ കുട്ടിയുടെ പേര്. രോഗചികിത്സയിലും മറ്റും വിപ്ലവകരമായ മാറ്റങ്ങൾക്കിടയാക്കുന്ന സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട ലേഖനം വായിച്ചുവല്ലോ. അപ്പോൾ ഈ കുട്ടി ചിന്തിക്കുകയാണ്, ജീനിനെ കാണാൻ കൂടി കഴിയില്ലല്ലോ, എങ്ങനെയാണ് ജീൻ എഡിറ്റിംഗ് നടത്താനാവുക? അതായത് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് കോശങ്ങളുണ്ട്. ആ കോശങ്ങളെ തന്നെ നമുക്ക് കണ്ണുകൊണ്ട് ഒരു കോശത്തിനെ നമുക്ക് കാണാൻ പറ്റില്ല. അങ്ങനെയാവുമ്പോൾ എങ്ങനെയാണ് ആ കോശത്തിനുള്ളിലെ ഉള്ള ജീനിനെ എഡിറ്റിംഗ് നടത്തുക എന്നതാണ് കുട്ടി ചിന്തിക്കുന്നത്. നമുക്കും അതുപോലെയുള്ള ചിന്തകളുണ്ടാവും. അപ്പോൾ അതിനെക്കുറിച്ച് അറിയണമെങ്കിൽ DNA-യെക്കുറിച്ചും അതുപോലെ ജീനിനെ കുറിച്ചുമുള്ള ആഴത്തിലുള്ള പഠനം വേണം. നമുക്ക് DNA എന്താണെന്ന് ഇന്ന് മനസ്സിലാക്കാം. DNA, ജീൻ എന്നിവയുടെ സ്ഥാനം, സൂക്ഷ്മഘടന എന്നിവ മനസ്സിലാക്കാം. ചിത്രീകരണം 1.1 നിരീക്ഷിച്ച് DNA-യുടെ സ്ഥാനം സംബന്ധിച്ച് കുറിപ്പ് തയ്യാറാക്കും. അപ്പോൾ DNA
DNA ഘടനയാണ്. നമ്മുടെ ശരീരത്തിൽ ഒരുപാട് കോശങ്ങളുണ്ട്. അതിലെ ഒരു കോശത്തിൻ്റെ ചിത്രമാണിത്. ആ കോശത്തിനുള്ളിൽ ന്യൂക്ലിയസ് ഉണ്ട്. ആ ന്യൂക്ലിയസിനെ വേറെ കാണിച്ചിരിക്കുന്നതാണ് ഈ ചിത്രം. ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ ക്രോമോസോം ഉണ്ട്. ഈ ക്രോമോസോമിൻ്റെ ഉള്ളിലാണ് DNA ഉള്ളത്. DNAക്ക് ഒരു ഡബിൾ ഹെലിക്സ് രൂപമാണുള്ളത്. അതായത് ഒരു ചുറ്റുഗോവണിയുടെ മാതൃകയാണ് DNAക്ക് ഉള്ളത്. DNAയുടെ സ്ഥാനം മനസ്സിലാക്കിയല്ലോ. അതായത് DNA ന്യൂക്ലിയസിൻ്റെ ഉള്ളിലെ ക്രോമോസോമിലാണ് ഉള്ളത്. DNA എന്ന ന്യൂക്ലിക് ആസിഡിൻ്റെ ഘടന അനാവരണം ചെയ്തത് ജീവശാസ്ത്ര പഠനങ്ങളിൽ ഏറ്റവും വലിയ ഒരു കുതിച്ചുചാട്ടമായിരുന്നു. അതായത് ഈ DNAയുടെ ഘടന മനസ്സിലാക്കിയത് ജീവശാസ്ത്ര പഠനത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു കുതിച്ചുചാട്ടമാണ്. അതായത് വലിയൊരു കണ്ടുപിടുത്തമാണ് DNA ഘടന. ഈ DNA ഘടന ആരാണ് കണ്ടുപിടിച്ചത് എന്ന് നോക്കാം. 1953 ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കും DNA ചുറ്റുഗോവണി മാതൃക അവതരിപ്പിച്ചു. ഡബിൾ ഹെലിക്സ് മോഡൽ. റോസാലിൻഡ് ഫ്രാങ്ക്ലിൻ, മോറിസ് വിൽക്കിൻസ് എന്നിവരുടെ എക്സ്റേ പഠനങ്ങളെ ആസ്പദമാക്കിയാണ് DNA ഘടന ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കും നിർദ്ദേശിച്ചത്. റോസാലിൻഡ് ഫ്രാങ്ക്ലിൻ എടുത്ത DNA എക്സ്റേ ഡിഫ്രാക്ഷൻ ചിത്രങ്ങളിൽ പ്രശസ്തമായ ഫോട്ടോ 51 എന്ന ചിത്രത്തിൽ നിന്നാണ് ഈ കണ്ടെത്തലിനിടയാക്കിയ നിർണായക വിവരങ്ങൾ ലഭിച്ചത്. 1958 റോസാലിൻഡ് ഫ്രാങ്ക്ലിൻ 37-ാം വയസ്സിൽ അന്തരിച്ചു. DNA ചുറ്റുഗോവണി മാതൃക കണ്ടെത്തിയതിന് ജെയിംസ് വാട്സൺ, ഫ്രാൻസിസ് ക്രിക്ക്, മോറിസ് വിൽക്കിൻസ് എന്നിവർക്ക് 1962 മെഡിസിനുള്ള നോബൽ സമ്മാനം ലഭിച്ചു. അതായത് DNA ഘടന അല്ലെങ്കിൽ സ്ട്രക്ചർ കണ്ടുപിടിച്ചതിന് 1962 നോബൽ സമ്മാനം കിട്ടിയ 3 പേരാണ് ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കും അതുപോലെ മോറിസ് വിൽക്കിൻസും. അവർക്ക് ഈ DNA മാതൃക കണ്ടുപിടിക്കാനുള്ള പ്രചോദനം ലഭിച്ചത് റോസാലിൻഡ് ഫ്രാങ്ക്ലിനും അതുപോലെ തന്നെ മോറിസ് വിൽക്കിൻസും കൂടി എടുത്ത എക്സ്റേ ഡിഫ്രാക്ഷൻ ചിത്രം വഴിയാണ്. അവരെടുത്ത എക്സ്റേ ഡിഫ്രാക്ഷൻ ചിത്രങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഫോട്ടോ 51. ഈ ഫോട്ടോ 51 വളരെ പ്രശസ്തമായ ചിത്രമാണ്. ഈ ചിത്രം എടുത്തത് റോസാലിൻഡ് ഫ്രാങ്ക്ലിൻ ആണ്. റോസാലിൻഡ് ഫ്രാങ്ക്ലിൻ എടുത്ത ഫോട്ടോ 51 എന്ന ഈ ചിത്രത്തിൽ നിന്നാണ് ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കും DNA മോഡൽ അവതരിപ്പിച്ചത്. ഈ DNA മോഡൽ അവതരിപ്പിച്ചതിനാണ് 1953 അവർ ഈ ചുറ്റുഗോവണി മാതൃക DNA ചുറ്റുഗോവണി മാതൃക അവതരിപ്പിച്ചു. അതിനാണ് 1962 മെഡിസിനുള്ള നോബൽ സമ്മാനം അവർക്ക് ലഭിച്ചത്. ഈ DNA മാതൃക അവതരിപ്പിക്കാൻ സഹായകമായ ചിത്രമാണ് ഫോട്ടോ 51. ഒരു എക്സ്റേ ഡിഫ്രാക്ഷൻ പിക്ചറാണിത്. ഇത് എടുത്തത് റോസാലിൻഡ് ഫ്രാങ്ക്ലിൻ ആണ്. പക്ഷെ അവർ നിർഭാഗ്യവശാൽ 37-ാം വയസ്സിൽ അന്തരിച്ചു. 1958 അവർ അന്തരിച്ചത്. അവർക്ക് ഈ DNA മോഡൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞില്ല. അവർ ഫോട്ടോ ഒക്കെ എടുത്തു വെച്ചു. പക്ഷെ അവർക്ക് DNA മോഡൽ അവതരിപ്പിച്ചത് ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കും ആണ്. അതുകൊണ്ടാണ് അവർക്ക് നോബൽ സമ്മാനം ലഭിക്കാൻ ഇടയായത്. നോബൽ സമ്മാനം ലഭിച്ചത് DNA ഡബിൾ ഹെലിക്സ് മോഡൽ അവതരിപ്പിച്ചതിനാണ്. അപ്പോൾ ഈ ചിത്രത്തിൻ്റെ പേര് ഓർമ്മിച്ച് വെക്കുക, ഫോട്ടോ 51 എക്സ്റേ ഡിഫ്രാക്ഷൻ ചിത്രം. ടെൻത്ത് സ്റ്റാൻഡേർഡ് ബയോളജി യൂണിറ്റ് 1 അതിലെ 10-ാമത്തെ പേജ്. ഇതിൽ DNA ഡബിൾ ഹെലിക്സ് സ്ട്രക്ചർ, അതായത് ചുറ്റുഗോവണി മാതൃകയെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഈ DNA ചുറ്റുഗോവണി മാതൃകയിൽ 2 ഇഴകളുണ്ട്. 2 ഇഴകൾ. ആ 2 ഇഴകളെ പരസ്പരം ബന്ധിപ്പിക്കുന്നത് പടികളാണ്. ഇതാണ് പടികൾ. ഇത് ഇഴ, ഇത് 1-ാമത്തെ ഇഴ, ഇത് 2-ാമത്തെ ഇഴ. ഇഴകളെ പരസ്പരം ബന്ധിപ്പിക്കുന്നത് പടികളാണ്. അപ്പോൾ ഈ ഇഴകളിൽ
പഞ്ചസാര മോളിക്യൂളും അതുപോലെ ഫോസ്ഫേറ്റ് ഗ്രൂപ്പും ചേർന്നാണ് ഇഴകൾ ഉണ്ടാക്കിയിരിക്കുന്നത്. പഞ്ചസാര മോളിക്യൂൾ, ഇത് പഞ്ചസാര മോളിക്യൂളാണ്. പഞ്ചസാര മോളിക്യൂളും ഫോസ്ഫേറ്റ് ഗ്രൂപ്പും ചേർന്നാണ് ഇഴകൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവിടെയും ഇതുപോലെ ഒരു ഇഴയുണ്ട്. അത് പഞ്ചസാര മോളിക്യൂളും ഫോസ്ഫേറ്റ് ഗ്രൂപ്പും ചേർന്നാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ പഞ്ചസാര മോളിക്യൂളിനെ പരസ്പരം ചേർത്ത് പിടിക്കുന്നത് ഈ ഫോസ്ഫേറ്റ് ഗ്രൂപ്പാണ്. അതാണ് ഫോസ്ഫേറ്റ് ഗ്രൂപ്പിൻ്റെ ധർമ്മം. ഈ പഞ്ചസാര മോളിക്യൂളിനെ പരസ്പരം ചേർത്ത് വയ്ക്കുക എന്നതാണ് ഈ ഫോസ്ഫേറ്റ് ഗ്രൂപ്പിൻ്റെ ധർമ്മം. അപ്പോൾ 2 ഇഴകൾ, പഞ്ചസാര മോളിക്യൂളും ഫോസ്ഫേറ്റ് ഗ്രൂപ്പും ചേർന്നിട്ട് 2 ഇഴകളുണ്ട് DNA-യിൽ. ആ 2 ഇഴകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് പടികൾ. പടികൾ ഉണ്ടാക്കിയിരിക്കുന്നത് നൈട്രജൻ ബേസുകളെ കൊണ്ടാണ്. 4 തരം നൈട്രജൻ ബേസുകൾ DNA-യിൽ ഉണ്ട്. അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ. ഇങ്ങനെ 4 നൈട്രജൻ ബേസുകളാണുള്ളത്. അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ. അഡിനിൻ എപ്പോഴും പെയർ ചെയ്യുന്നത് തൈമിനായിട്ടാണ്. അഡിനിൻ തൈമിനായിട്ട് മാത്രമേ പെയർ ചെയ്യൂ. അത് ഒരു ഡബിൾ ബോണ്ടാണ്. അഡിനിനും തൈമിനും തമ്മിൽ ഒരു ഡബിൾ ബോണ്ടും. അതുപോലെ ഗ്വാനിൻ എപ്പോഴും സൈറ്റോസിനായിട്ടേ പെയർ ചെയ്യും. അവർ തമ്മിൽ ഒരു ട്രിപ്പിൾ ബോണ്ടുമാണ് ഉള്ളത്. അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ, അങ്ങനെ മാത്രമേ പെയർ ചെയ്യൂ. ഗ്വാനിൻ, സൈറ്റോസിൻ, അഡിനിൻ, തൈമിൻ, അഡിനിൻ, തൈമിൻ, ഈ രീതിയിൽ മാത്രമേ പെയർ ചെയ്യുകയുള്ളൂ. അപ്പം DNA-യിൽ 2 ഇഴകളുണ്ട്. ഇഴകൾ നിർമ്മിച്ചിരിക്കുന്നത് പഞ്ചസാര മോളിക്യൂളും അതുപോലെ ഫോസ്ഫേറ്റ് ഗ്രൂപ്പും ചേർന്നാണ്. ഈ 2 ഇഴകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത് പടികളാണ്. പടികൾ ഉണ്ടാക്കിയിരിക്കുന്നത് നൈട്രജൻ ബേസുകൾ ജോഡി ചേർന്നാണ്. നൈട്രജൻ ബേസുകൾ ജോഡി ചേരുമ്പോൾ അഡിനിൻ തൈമിനായിട്ടും അതുപോലെ ഗ്വാനിൻ സൈറ്റോസിനായിട്ടും മാത്രമേ ഈ നൈട്രജൻ ബേസുകൾ ജോഡി ചെയ്യൂ. അഡിനിനും തൈമിനും തമ്മിൽ ഒരു ഡബിൾ ബോണ്ടും അതുപോലെ ഗ്വാനിനും സൈറ്റോസിനും തമ്മിൽ ഒരു ട്രിപ്പിൾ ബോണ്ടുമാണ് ഉള്ളത്. ഇതാണ് DNA-യെ കുറിച്ച് പഠിക്കാനുള്ളത്. ഇതിൽ ഒരു പഞ്ചസാര മോളിക്യൂളും ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പും ഒരു നൈട്രജൻ ബേസും ചേർന്നതിനെയാണ് എന്ത് പറയുന്നത്? ന്യൂക്ലിയോടൈഡ് എന്ന് പറയുന്നത്. ഇതാണ് ന്യൂക്ലിയോടൈഡ്. ന്യൂക്ലിയോടൈഡിൽ ഒരു പഞ്ചസാര മോളിക്യൂൾ അതുപോലെ DNA-യിൽ ആയതുകൊണ്ട് അത് ഡിയോക്സി റൈബോസ് പഞ്ചസാരയായിരിക്കും. DNA-യിൽ ഡിയോക്സി റൈബോസ് പഞ്ചസാര. DNA എന്ന് പറഞ്ഞാൽ ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡാണ്. അതുകൊണ്ട് പഞ്ചസാര ഡിയോക്സി റൈബോസ് പഞ്ചസാരയാണ്. 5 കാർബൺ പഞ്ചസാര. പിന്നെ ഈ ന്യൂക്ലിയോടൈഡിൽ ഉള്ളത് ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പാണ്. ഫോസ്ഫേറ്റ് ഗ്രൂപ്പിൻ്റെ ധർമ്മം ഈ പഞ്ചസാര മോളിക്യൂളുകളെ തമ്മിൽ പരസ്പരം ബന്ധിപ്പിക്കുക എന്നതാണ് ഫോസ്ഫേറ്റ് ഗ്രൂപ്പിൻ്റെ ധർമ്മം. പഞ്ചസാര തന്മാത്രകളെ തമ്മിൽ പരസ്പരം ബന്ധിപ്പിച്ച് നിർത്തും. അതുപോലെ ഈ നൈട്രജൻ ബേസ് അടുത്ത ഇഴയുമായിട്ട് ജോഡി ചേരുന്നത് ഈ നൈട്രജൻ ബേസാണ്. ഇത്രയുമാണ് ഒരു ന്യൂക്ലിയോടൈഡിൻ്റെ ഘടന. അത് വലുതായി വരച്ചതാണ്. ഒരു പഞ്ചസാര മോളിക്യൂൾ, ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്, അതുപോലെ ഈ നൈട്രജൻ ബേസുകൾ പരസ്പരം ജോഡി ചേർന്നാണ് ഇത്. അഡിനിൻ തൈമിനായിട്ടും ഗ്വാനിൻ സൈറ്റോസിനായിട്ടുമാണ് ജോഡി ചേരുന്നത്. ഇത് 2 ഇഴകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത് പടികൾ നിർമ്മിച്ചിരിക്കുന്നത് നൈട്രജൻ ബേസുകൾ. അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ അങ്ങനെയുള്ള നൈട്രജൻ ബേസുകളെ കൊണ്ടാണ് പടികൾ നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൽ ഒരു വർക്ക് ഷീറ്റ് ഉണ്ട്. വർക്ക് ഷീറ്റ് 1.1. DNA-യിലെ ഇഴകളുടെ എണ്ണം
എത്രയാണ് എന്നാണ് എഴുതേണ്ടത്. അതുപോലെ ഇഴകൾ നിർമ്മിച്ചിരിക്കുന്ന തന്മാത്രകൾ, പടികൾ നിർമ്മിച്ചിരിക്കുന്ന തന്മാത്രകൾ, വിവിധ തരം നൈട്രജൻ ബേസുകൾ, പടികൾ രൂപപ്പെടുന്ന വിധം, നൈട്രജൻ ബേസുകൾ ജോഡി ചേരുന്ന വിധം, ന്യൂക്ലിയോടൈഡിലെ തന്മാത്രകൾ. ഇതാണ് വർക്ക് ഷീറ്റിൽ ചെയ്യേണ്ടത്. ആ വർക്ക് ഷീറ്റ് ഇവിടെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഡി എൻ എയിലെ ഇഴകളുടെ എണ്ണം 2ആണ്. ഇഴകൾ നിർമ്മിച്ചിരിക്കുന്ന തന്മാത്രകൾ ഡിയോക്സി റൈബോസ് ഷുഗറും ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്. പടികൾ നിർമ്മിച്ചിരിക്കുന്ന തന്മാത്രകൾ നൈട്രജൻ ബേസുകൾ ചേർന്നാണ് പടികൾ നിർമ്മിച്ചിരിക്കുന്നത്. അതിൽ 4 തരം നൈട്രജൻ ബേസുകളുണ്ട്. വിവിധ തരം നൈട്രജൻ ബേസുകളാണ് അഡിനിൻ, തൈമിൻ, ഗുവാനിൻ, സൈറ്റോസിൻ. പടികൾ രൂപപ്പെടുന്ന വിധം, നൈട്രജൻ ബേസുകൾ ജോഡി ചേരുന്ന വിധം, അഡിനിൻ തൈമിനായിട്ട് ഡബിൾ ബോണ്ട്, ഗുവാനിൻ സൈറ്റോസിനായിട്ട് ട്രിപ്പിൾ ബോണ്ട്. ന്യൂക്ലിയോടൈഡിലെ തന്മാത്രകൾ ഡിയോക്സി റൈബോസ് പഞ്ചസാര, ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്, നൈട്രജൻ ബേസ്. ലഭ്യമായ വസ്തുക്കൾ ഉപയോഗിച്ച് DNA ചുറ്റുകോവണി മാതൃക തയ്യാറാക്കി ക്ലാസ്സിൽ പ്രദർശിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. DNA വലുപ്പം. ഓരോ ക്രോമോസോമിലെയും DNAക്ക് ഏകദേശം 2 ഇഞ്ച് അല്ലെങ്കിൽ 5 സെൻറ്റിമീറ്റർ നീളമുണ്ടാകും. ഒരു മനുഷ്യകോശത്തിലെ 46 ക്രോമോസോമുകളിലെയും DNAകൾ ചേർന്നാൽ ഏകദേശം 6 അടി നീളം വരും. മനുഷ്യ ശരീരം ട്രില്യൺ എന്ന് പറഞ്ഞാൽ 1,00,000 കോടി ട്രില്യൺ കണക്കിന് കോശങ്ങളാൽ നിർമ്മിതമാണ്. എല്ലാ കോശങ്ങളിലെയും DNAകളെ കൂട്ടിയോജിപ്പിച്ചാൽ അത് ഏകദേശം 67 ബില്യൺ മൈൽ വരും. ഇത് ഭൂമിയെ 2 ദശലക്ഷത്തിലധികം തവണ ചുറ്റാൻ പര്യാപ്തമാണ്. അതായത് DNA വലിപ്പത്തിൻ്റെ വ്യാപ്തിയാണ് ഇതിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. ഇത്രയും വലിയ DNAയെ കുഞ്ഞു കോശങ്ങളിലെ ക്രോമോസോമുകളിൽ ഉൾക്കൊള്ളിക്കുന്നതെങ്ങനെ? അതാണ് ഈ കുട്ടിയുടെ ചോദ്യം. ചിത്രം 1, 3 വിവരണം എന്നിവ സൂചകങ്ങളുടെ അടിസ്ഥാനത്തിൽ വിശകലനം ചെയ്ത് കുട്ടിയുടെ സംശയത്തിന് ഉത്തരം നൽകും. ചിത്രം 1, 3 വിവരണം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഈ കുട്ടിയുടെ സംശയത്തിന് ഉത്തരം നൽകാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ DNA ക്രോമോസോമുകളിൽ അടുക്കി വച്ചിരിക്കുന്നത് എന്നാണ് അത് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ക്രോമോസോം. DNA-യും ഹിസ്റ്റോണുകൾ എന്ന പ്രോട്ടീനുകളുമാണ് മുഖ്യമായും ക്രോമോസോമിലുള്ളത്. 8 ഹിസ്റ്റോണുകൾ ഒന്നിച്ചു ചേർന്ന് ഒരു ഹിസ്റ്റോൺ ഒക്ടാമർ രൂപപ്പെടുന്നു. ഈ ഒക്ടാമറിനെ DNA ഇഴകൾ വലയം ചെയ്ത് ന്യൂക്ലിയോസോം എന്ന ഘടന ഉണ്ടാകുന്നു. നിരവധി ന്യൂക്ലിയോസോമുകളെ അടുക്കി ചേർത്ത് ചുരുളുകളാക്കിയും ന്യൂക്ലിയോസോമുകളുടെ ശൃംഖലയെ വീണ്ടും ചുരുളുകളാക്കിയുമാണ് ക്രോമോസോമുകൾ ഉണ്ടാകുന്നത്. ഒരു ക്രോമോസോമിനെ സെൻട്രോമിയർ വഴി ബന്ധിപ്പിച്ചിരിക്കുന്ന ഭാഗങ്ങളാണ് ക്രോമാറ്റിഡുകൾ. അതായത് ഈ DNA-യെ ക്രോമോസോമിൽ അടുക്കി വെക്കുന്നത് ഹിസ്റ്റോൺ പ്രോട്ടീനുകളുണ്ട്. DNA-യും ഹിസ്റ്റോൺ പ്രോട്ടീനുകളുമാണ് ക്രോമോസോമിലുള്ളത്. അപ്പോൾ ഈ DNA ഒരുപാട് നീളമുള്ളതാണ്. ഹിസ്റ്റോൺ പ്രോട്ടീനുകളും ഉണ്ട്. ഈ 8 ഹിസ്റ്റോൺ പ്രോട്ടീനുകൾ ഒരുമിച്ച് ചേർന്ന് ഈ DNA ഇഴകൾ ഇതിനെ ഹിസ്റ്റോൺ പ്രോട്ടീനുകളെ ഇങ്ങനെ
ചുറ്റി ഇങ്ങനെ ഒരുപാട് ഹിസ്റ്റോൺ പ്രോട്ടീനുകൾ ഇങ്ങനെ 8 എണ്ണം വീതം ഒരുമിച്ച് ചേർന്ന് DNA ഇങ്ങനെ ചുറ്റും. അതിനാണ് ഹിസ്റ്റോൺ ഒക്ടാമർ എന്ന് പറയുന്നത്. ഈ ഹിസ്റ്റോൺ ഒക്ടാമർ വീണ്ടും ഇങ്ങനെ ഈ ഇഴയിൽ ഇങ്ങനെ ചുറ്റി അടുക്കി വെച്ചിരിക്കുന്നതാണ്. ഒരു നൂലിൻ്റെ ഉണ്ടയിൽ എങ്ങനെയാണോ നൂലിങ്ങനെ ചുറ്റി വെച്ചിരിക്കുന്നത്, അതുപോലെയാണ് ഇവിടെയും ഈ ഇഴകൾ ഹിസ്റ്റോൺ ഒക്ടാമറിനെ വീണ്ടും ചുറ്റി ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇത്രയും നീളമുള്ള DNA ഈ ക്രോമോസോമിൻ്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്നത്. 8 ഹിസ്റ്റോണുകൾ ഒന്നിച്ചു ചേർന്ന് ആണ് ഒരു ഹിസ്റ്റോൺ ഒക്ടാമർ രൂപപ്പെടുന്നത്. ഇതാണ് ഹിസ്റ്റോൺ ഒക്ടാമർ. ഇത് ഹിസ്റ്റോൺ പ്രോട്ടീനാണ്. ഈ 8 പ്രോട്ടീനുകൾ ഒന്നിച്ചു ചേർന്ന് ഹിസ്റ്റോൺ ഒക്ടാമർ രൂപപ്പെടും. ഈ ഒക്ടാമറിനെ DNA ഇഴകൾ വലയം ചെയ്ത് ന്യൂക്ലിയോസോം എന്ന ഘടന ഉണ്ടാകുന്നു. ഈ ഹിസ്റ്റോൺ ഒക്ടാമറിനെ DNA ഇങ്ങനെ വലയം ചെയ്താണ് എന്തുണ്ടാകുന്നത്, ന്യൂക്ലിയോസോം ഉണ്ടാകുന്നത്. ഈ ന്യൂക്ലിയോസോമുകൾ പരസ്പരം വീണ്ടും ചുറ്റും. അങ്ങനെയാണ് ഈ ക്രോമോസോമിൽ അടുക്കി വെച്ചിരിക്കുന്നത്. ഈ ഒക്ടാമറിനെ DNA ഇഴകൾ വലയം ചെയ്ത് ന്യൂക്ലിയോസോം എന്ന ഘടന ഉണ്ടാകുന്നു. നിരവധി ന്യൂക്ലിയോസോമുകളെ അടുക്കി ചേർത്ത് ചുരുളുകളാക്കിയും ന്യൂക്ലിയോസോമുകളുടെ ശൃംഖലയെ വീണ്ടും ചുരുളുകളാക്കിയുമാണ് ക്രോമോസോമുകൾ ഉണ്ടാകുന്നത്. ക്രോമോസോമിനെ സെൻട്രോമിയർ വഴി ബന്ധിപ്പിച്ചിരിക്കുന്ന ഭാഗങ്ങളാണ് ക്രോമാറ്റിഡുകൾ. ഇതാണ് ക്രോമോസോമിനെ ഇത് സെൻട്രോമിയർ എന്ന ഈ ഭാഗമാണ് സെൻട്രോമിയർ വഴി ബന്ധിപ്പിച്ചിരിക്കുന്ന ക്രോമോസോമിൻ്റെ ഈ ഭാഗങ്ങൾക്കാണ് ക്രോമാറ്റിഡ് എന്ന് പറയുന്നത്. ഇതാണ് ക്രോമാറ്റിഡ്, ഇത് സെൻട്രോമിയർ.